മുതൽ നമ്മുടെ സബ്ജക്റ്റിനകത്തുള്ള ജാവ പ്രോഗ്രാമിങ്ങിൻ്റെ എക്സാക്ട് ഏരിയ, അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്നുള്ള ഏരിയ തുടങ്ങുവാണ്. ഇനി മുതലെല്ലാം നമ്മൾ ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ്സ് വെച്ചിട്ടായിരിക്കും പോകുന്നത്. എവിടെയായിരുന്നു നിങ്ങൾ ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ്സ് കുറച്ച് ദിവസം മുന്നേ കേട്ടത്? യെസ്, നമ്മൾ എവിടെ വെച്ച് കണ്ടു? നമ്മുടെ ആ ഒബ്ജക്റ്റ് സോഫ്റ്റ്വെയർ ഡിസൈനിനകത്ത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അപ്രോച്ച് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ എന്ന് പറയുന്ന ഒരു അപ്രോച്ച് ഉണ്ടെന്ന് കണ്ടു. ആ അപ്രോച്ചിൽ എന്തായിരുന്നു നമുക്ക് പറയാനുള്ളതെല്ലാം ഓരോ ക്ലാസിൻ്റെ ഫോമാറ്റിലും ക്ലാസിൻ്റെ ഇൻസ്റ്റൻസ് ആയ ഒബ്ജക്ട്സ്, ഇൻസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു വട്ടം വാല്യൂ കൊടുക്കുമ്പോൾ ഉള്ള ഒബ്ജക്റ്റിൻ്റെ ഫോമാറ്റിലും ഒക്കെ പറയുമെന്ന് പറഞ്ഞു. അതിൻ്റെ ബേസിസിലായിരുന്നു നമ്മളൊരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡയഗ്രാംസ് വരച്ചു. എന്തൊക്കെ നമ്മൾ അതിലും ഒരു ഇമ്പോർട്ടൻറ്റ്, ഇവിടെ തന്നെ കേൾക്കുന്ന ഒരു പേര് അവിടെയും നമ്മൾ കേട്ടു. എന്ത് ഡയഗ്രാം നമ്മൾ വരച്ചു? ക്ലാസ് ഡയഗ്രാംസ് നമ്മൾ വരച്ചു. ക്ലാസ് ഡയഗ്രാം എന്ന് പറഞ്ഞ് അവിടെ വരച്ചിരുന്നത് എന്തായിരുന്നു? ഒന്ന് ഓർത്ത് നോക്കിയേ. അതിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഒരു ക്ലാസിൻ്റെ പേര്, നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവിടെ വേണ്ടി വരുന്ന ആ ക്ലാസിൻ്റെ പേര് കഴിഞ്ഞിട്ട് ആ ക്ലാസിൻ്റെ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ, അത് കഴിഞ്ഞ് ആ ക്ലാസ്സിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഫങ്ഷൻസ് അല്ലെങ്കിൽ ബിഹേവിയർ, അതുമല്ലെങ്കിൽ മെത്തേഡ്, ഇതൊക്കെയല്ലേ അതിൻ്റെ ഓരോ പേരുകളായിട്ട് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെയായിരുന്നു ഒരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നതും കീപ്പ് ചെയ്തിരുന്നതും. ഫോർ എക്സാമ്പിൾ, സ്റ്റുഡൻറ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് ആയിരുന്നുവെങ്കിൽ ആ ക്ലാസിൻ്റെ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഐഡി ആവാം, സ്റ്റുഡൻറ്റിൻ്റെ പേരാവാം, അതോടൊപ്പം തന്നെ സ്റ്റുഡൻറ്റിൻ്റെ മാർക്സ്, അങ്ങനെ തുടങ്ങിയവ എന്ത് വേണോ അതിനകത്താവാം. അതിനെല്ലാം ഒരു ഡേറ്റ ടൈപ്പും വെച്ച് നമ്മൾ ക്ലാസ് ഡയഗ്രാമിൽ എഴുതിയില്ലേ? അതിൽ ഇൻറ്റ് എന്ന് പറഞ്ഞിട്ടല്ലേ ഐ ഡി കൊടുത്തത്, സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടല്ലേ നെയിം കൊടുത്തത്, അങ്ങനെയല്ലേ നമ്മൾ ക്ലാസ് ഡയഗ്രാം എഴുതിയിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുമായിരുന്നു? അതിനകത്ത് നമ്മൾ അടുത്തതിൻ്റെ മെത്തേഡ്സ് അല്ലെങ്കിൽ അതിൻ്റെ ബിഹേവിയർ, അതല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്തു. എന്തൊക്കെ ആയിരുന്നു? സ്റ്റുഡൻറ്റ് കോഴ്സിന് പോകുന്നു, കോഴ്സ് രജിസ്റ്ററോ, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ ഇൻഫർമേഷൻ ഡിസ്പ്ലേയോ, അല്ലെങ്കിൽ മാർക്സ് അപ്ഡേറ്റോ, അങ്ങനത്തെ ഓരോ ഫങ്ഷൻസും ഉണ്ടായിരുന്നു. അതത്രയും ക്ലാസ് ആയിരുന്നെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ക്ലാസ്സിനകത്തുള്ള ആ വേരിയബിൾസ് അല്ലെങ്കിൽ ആ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ആ ഫീച്ചേഴ്സ്, പേരുകൾ ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ തിരിച്ചും മറിച്ചും ഡയറക്റ്റും തിരിച്ചും പറയുന്നത്. അപ്പോൾ ആ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ആ വേരിയബിൾസിന് ഒരു വാല്യൂ കൊടുക്കുമ്പം, അതായത് ഇപ്പോൾ റോൾ നമ്പർ 20 ആയിട്ടുള്ള അശ്വതി എന്ന പേരുള്ള കുട്ടിയാണെങ്കിൽ അത് ഒരു ഒബ്ജക്റ്റ്, അതല്ലെങ്കിൽ റോൾ നമ്പർ 43 ആയിട്ടുള്ള വിഘ്നേഷ് എന്ന് പറയുന്നത് വേറൊരു ഒബ്ജക്റ്റ്. അങ്ങനെ നമുക്കതിനൊരു വാല്യൂ കൊടുത്ത് പോകുന്ന രീതി. ഇനി ഈ പറയുന്ന കാര്യം ആ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ നമ്മൾ ഈ പറയുന്ന ഈ റെപ്രസെൻറ്റേഷനെ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരുവാണ്. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ശ്രദ്ധിക്കുക. മനസ്സിലാകുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും ഡൗട്ട്സ് ചോദിക്കുക, വിളിക്കുക. അതുമല്ലെങ്കിൽ ജിമീറ്റിൽ നെക്സ്റ്റ് ഡേ, ഇന്ന് കേട്ടിട്ട് നെക്സ്റ്റ് ഡേ നമുക്ക് ഡിസ്കസ് ചെയ്യാം, അപ്പോൾ ചോദിക്കണം. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ജാവയിനകത്ത് ആ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുവാണ്. നമ്മൾ ഇതുവരെയും എല്ലാ പ്രോഗ്രാമും ക്ലാസ്സസ് ആയിട്ട് തന്നെയല്ലേ എഴുതിയിരുന്നത്, അങ്ങനെ തന്നെയല്ലേ ഇതുവരെയും എഴുതിയിരുന്നത്. അതെന്തുകൊണ്ടാണ്? അതും ഈ ബേസിക് റീസൺ കൊണ്ടാണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആയതുകൊണ്ടാണ് ജാവയിൽ എല്ലാ പ്രോഗ്രാംസും നമ്മൾ എഴുതുന്നത് ഒരു ക്ലാസ്സിനകത്ത് തന്നെ എഴുതിയിരുന്നത്. ആ ക്ലാസ്, ഇപ്പം നമ്മളിപ്പോൾ ഒരു പ്രൈം നമ്പറിൻ്റെ ജാവ പ്രോഗ്രാമാണ് എഴുതുന്നതെങ്കിൽ ആ ക്ലാസ് എന്ന് പറയുന്നത് എന്തിനുള്ള ക്ലാസ് ആയിരുന്നു? പ്രൈം നമ്പർ ആണോ എന്ന് ഡിറ്റക്ട് ചെയ്യാനുള്ള പ്രോഗ്രാമുള്ള ക്ലാസ് ആയിരുന്നു. ഒരു ആഡിങ് ഓഫ് 2 നമ്പേഴ്സിൻ്റെ ജാവ പ്രോഗ്രാം എഴുതിയിരുന്നെങ്കിൽ അതിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ് എന്താ ചെയ്തിരുന്നത്? ആ ക്ലാസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ആ ക്ലാസിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് എന്തായിരുന്നു? ആഡിങ് ഓഫ് 2 നമ്പേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നതായിരുന്നു ആ ക്ലാസിന്റെ ദൗത്യം. അപ്പോൾ എന്തുവായി പറഞ്ഞു വരുന്നത്? നമ്മൾ എന്ത് ചെയ്യുന്നു എങ്കിലും, ജാവ പ്രോഗ്രാമിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എങ്കിലും ഒരു ക്ലാസ് ഉണ്ടാവും. ആ ക്ലാസ്സിനകത്ത് പറയും എന്തൊക്കെ വേണം, അല്ലെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ്, അല്ലെങ്കിൽ മെത്തേഡ്സ് അല്ല വേരിയബിൾസ് വേണം എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ അവർ ചെയ്യും എന്നുള്ള അവരുടെ ഫങ്ഷൻസും സ്പെസിഫൈ ചെയ്യും.
ഇതുപോലെ എന്തോ ഒരെണ്ണം നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടില്ലേ? എവിടെ പഠിച്ചിട്ടുണ്ട്? സിയിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരെന്തായിരുന്നു? സ്ട്രക്ചർ എന്ന പേരുള്ള ഒരു സാധനം നിങ്ങൾ സ്ട്രീയിൽ പഠിച്ചിട്ടില്ലേ? അതിലെങ്ങനെയായിരുന്നു? ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നു. എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് വേണം അല്ലെങ്കിൽ എന്തൊക്കെ വേരിയബിൾസ് വേണം എന്ന് പറഞ്ഞ് നമ്മളൊരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നു. മെയിൻ ഫംഗ്ഷനിൽ ആ സ്ട്രക്ചറിന് ഒരു വേരിയബിൾ കൊടുത്ത് വാല്യൂസ് മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അതുപോലെ എന്ന് വേണമെങ്കിൽ പറ്റുന്നവർക്ക്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടുള്ളവർക്ക് അങ്ങനെയും ആലോചിക്കാം. അതുപോലെ വരുന്നതാണ് ക്ലാസ്. പക്ഷേ സ്ട്രക്ചറും ക്ലാസ്സും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്താ? സ്ട്രക്ചറിനകത്ത് നമ്മൾ ഫംഗ്ഷൻ എഴുതുമായിരുന്നോ? ഇല്ല. പക്ഷേ ക്ലാസ്സിനകത്ത് നമുക്ക് ഫങ്ഷൻസ് എഴുതാം. അപ്പോൾ അതാണ് ഇനി നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ജാവ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ ക്ലാസ്സസിനകത്തായിട്ടായിരിക്കും എഴുതുന്നത്. ആ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറാണ് തരുന്നത്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? അതിന് വരുന്ന വാല്യൂസ്, എന്തൊക്കെ വേരിയബിൾസ് വരാം, എന്തൊക്കെയായിരിക്കാം അതിൻ്റെ മെത്തേഡ്സ്. ആ വേരിയബിൾസിൻ്റെ വാല്യൂസിനെയാണ് സ്റ്റേറ്റ് എന്ന് കോഡ്സിൽ എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മുടെ മെത്തേഡ്സിനെയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ വേണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ, അതിനൊരു എക്സിസ്റ്റൻസ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം, ഇല്ലേ? സ്റ്റുഡൻറ് എന്ന് പറയുന്ന ക്ലാസ് നമുക്കിപ്പം പറയുമ്പോൾ, ക്ലാസ് ഡയഗ്രാം നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ ബേസിക്കലി ജനറലൈസ് ചെയ്ത് സ്റ്റുഡൻ്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരാൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആ ആളുടെ പേരിലല്ലേ അത് അറിയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ ആതിര എന്ന് പറയുന്നതാണ് ഒരു സ്റ്റുഡൻ്റ് എങ്കിൽ അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്. അല്ലാതെ ഒരു സ്റ്റുഡൻറ് എന്ന് പറയുന്നതിനെക്കാട്ടിയും എക്സിസ്റ്റൻസ് ഏതിനാണ്? ആതിര എന്ന സ്റ്റുഡൻറ്. അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ് എന്ന് പറയുമ്പോൾ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? നിയാസ് എന്ന് പറയുന്ന സ്റ്റുഡൻറ്. ആ സ്റ്റുഡൻറ്റിനാണ് എക്സിസ്റ്റൻസ് ഉള്ളത്. അങ്ങനെ എക്സിസ്റ്റൻസ്, ഒരു വാല്യൂ കൊടുക്കുന്ന ആ സ്റ്റേജിനെയാണ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാവും. നമുക്കൊരു പ്രോഗ്രാം കണ്ട് പറഞ്ഞു പോയാലേ അത് കുറെ കൂടെ ക്ലിയർ ആവത്തുള്ളൂ. അപ്പോൾ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ ഡേറ്റായും ഉണ്ടാകും, അല്ലെങ്കിൽ മെത്തേഡ്സും ഉണ്ടാകും. അതിൻ്റെയൊക്കെ പേരുകൾ, വേറെയും പേരുകൾ വരാം. ഡേറ്റ എന്ന് പറയുമ്പോൾ ഫീൽഡ് എന്ന് പറയാം. മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ പ്രൊസീജിയർ എന്നോ ഫംഗ്ഷൻ എന്നോ പറയാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ക്ലാസ് ഡയഗ്രാമിൽ ഒരു ക്ലാസ് എടുത്തു. ക്ലാസിൻ്റെ പേര് സ്റ്റുഡൻറ്, ഇല്ലേ? അത് കഴിഞ്ഞ് ക്ലാസിൻ്റെ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ വാല്യൂസ് എന്ന് പറയുന്നത് എന്താ? ഐഡിയും നെയിമും. ഐഡിയുടെ ഡേറ്റ ടൈപ്പ് എന്തായിരുന്നു? നമ്പർ. നെയിമിൻ്റെ ഡേറ്റ ടൈപ്പ് എന്തായിരുന്നു? സ്ട്രിങ്. പിന്നെ ഇൻഫർമേഷൻ, ഡിസ്പ്ലേ ഇൻഫർമേഷൻ. ആ പേര് വെച്ച് തന്നെ എന്തായിരിക്കും അത് ഉദ്ദേശിക്കുന്നത്? അവരുടെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ള ഒരു മെത്തേഡ്. ഓക്കെ, ഫൈൻ. ഇത്രയുമാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ക്ലാസ് എന്നിരിക്കട്ടെ. ഇതിനെ ഞാൻ ജാവ പ്രോഗ്രാമിങ്ങിൽ, ജാവയിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കാണണം. അപ്പോൾ ഞാൻ എങ്ങനെ എഴുതും? അതിനുള്ള ആദ്യം നമ്മൾ സിൻടാക്സ് കാണണം. ക്ലാസിന്റെ ഡിക്ലറേഷൻ ചെയ്യാനുള്ള സിൻടാക്സ് നമ്മളിപ്പോൾ കണ്ടത് തന്നെയാണ്. ഇതുവരെയും നമ്മൾ കണ്ട് പരിചയിച്ച സാധനം കുറച്ചുകൂടെ ഒന്ന് എഴുതി പോകുന്നു എന്ന് മാത്രം. എങ്ങനെയായിരുന്നു? ക്ലാസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ക്ലാസ്സിനകത്ത് കാര്യങ്ങളെല്ലാം ഉണ്ടാവണം. അതായത് അതിൻ്റെ സ്ട്രിങ് നെയിം, പിന്നെ ഇൻഡ് ഐ ഡി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവണം. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഡിക്ലറേഷൻസ് എല്ലാം ഉണ്ടാവണം. അതിൻ്റെ കൂടെ മെത്തേഡ്സും ഉണ്ടാവണം. എക്സ്ട്രാ ആയിട്ടൊരു വേർഡ് ഇവിടെ വരുന്നുണ്ട്, കൺസ്ട്രക്ടേഴ്സ്. നമുക്കത് പതിയെ കാണാം എന്താണെന്നുള്ളത്. തൽക്കാലം ഇത്രയും മാത്രം, 2 കാര്യങ്ങൾ മാത്രം. ഒന്ന്, അതിൻ്റെ ഫീൽഡ് എന്ന് പറയുമ്പോൾ എന്താ? ഡേറ്റ. അതെന്ന് പറയുന്നത് എന്താ? അതിൻ്റെ ആട്രിബ്യൂട്ട്. അതെന്ന് പറയുന്നത് എന്താ? വേരിയബിൾസ്. എല്ലാം ഒരേ പേരാണേ. അത് ഡിക്ലെയർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സും നമുക്ക് വേണം. അപ്പോൾ സിൻടാക്സ് നോക്കാം. ബേസിക് സിൻടാക്സ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് എന്ന് പറയുന്ന കീവേഡ് ഫോളോഡ് ബൈ ക്ലാസിന്റെ പേര്. അത് തന്നെയല്ലേ നമ്മൾ ഇത്രയും കാലവും എഴുതിയിരുന്നത്. വ്യത്യാസം ഒന്നുമില്ല. പറയുന്നത് കേൾക്കുക. നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ് റെപ്രസെന്റേഷനിലേക്ക് ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടി ഒന്നുകൂടി സിൻടാക്സ് പറയുന്നു എന്ന് മാത്രം. ക്ലാസിന്റെ പേര്, അത് കഴിഞ്ഞ് ഫീൽഡ്സ് ഡിക്ലറേഷൻ. ഫീൽഡ് ഡിക്ലറേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഇൻഡ് റോൾ നമ്പർ, സ്ട്രിങ് നെയിം. ഇതിനെല്ലാം നമ്മളിപ്പോൾ പ്രൈം നമ്പറിന്റെ പ്രോഗ്രാമാണ് എഴുതിയിരുന്നെങ്കിൽ ആ ഇൻഡ് നമ്പർ, അതൊക്കെയാണ് ആ ഫീൽഡ്സിന്റെ നെയിമും ഫീൽഡ്സിന്റെ ഡിക്ലറേഷൻ എന്ന് പറയുന്ന പാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെത്തേഡ് ഡിക്ലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന മെത്തേഡ്സിന്റെ ഡിക്ലറേഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അവിടെ വേറൊരു കീവേഡ് എക്സ്റ്റെൻസ് സൂപ്പർ ക്ലാസ് നെയിം എന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ട്. നമുക്കത് പതിയെ പഠിക്കാം. നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് പഠിക്കാം. നമ്മൾ ക്ലാസ് ഡയഗ്രാമിൽ
ഇംപ്ലിമെന്റ് ചെയ്ത സാധനം തന്നെയാണ്, നമുക്ക് പതിയെ പഠിക്കാം തൽക്കാലം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, പബ്ലിക് ക്ലാസിന്റെ പേര്, പിന്നെ ആ ക്ലാസ്സിനകത്ത് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ആ ബ്രേസസിനകത്ത് എഴുതുന്നു. ഇവിടെ ശ്രദ്ധിച്ച് ഒരു പബ്ലിക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ജനറലായിട്ട് എല്ലാവർക്കും ആക്സസ് ചെയ്യാം. ബാക്കി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ പബ്ലിക് മാത്രമല്ല, ഇനി പ്രൈവറ്റ് നമ്മൾ പഠിക്കും, പ്രൊട്ടക്റ്റഡ് നമ്മൾ പഠിക്കും, അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പതിയെ കാണാം. അപ്പോൾ ഇനി നമുക്ക് പറഞ്ഞു, നമ്മളൊരു ക്ലാസ് ഉണ്ടാക്കിയാൽ ക്ലാസ്സിന് ഒരു വാല്യൂ അറ്റ് എ ടൈം ഒരു വാല്യൂ കൊടുക്കണം അല്ലേ? ആ വാല്യൂ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ക്ലാസ്സിൻ്റെ ഒരു ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യണം. ആ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്, ഒരു വാല്യൂ, ക്ലാസ്സിലെ വേരിയബിൾസിന് വാല്യൂ ഉള്ള നിലയ്ക്കുള്ള ആ ഒരു എക്സിസ്റ്റൻസിനെയാണ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. സോ വി ഷുഡ് ക്രിയേറ്റ് ആ ഒബ്ജക്റ്റ് ഫോർ എ ക്ലാസ്. ഓക്കെ, ക്ലാസ്സിന് ഒബ്ജക്റ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അതിനു വേണ്ടി യൂസ് ചെയ്യേണ്ട കീവേഡ് ന്യൂ. ഇതിന് മുമ്പേയും കണ്ടല്ലോ, ന്യൂ എന്ന കീവേഡ് വേറെയും പലയിടത്തും കണ്ടു. നമ്മൾ അറേ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും ന്യൂ എന്ന കീവേഡ് വെച്ചായിരുന്നു നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നത്. അതുപോലെ പുതിയ മെമ്മറി അലോക്കേറ്റ് ചെയ്യുക, ആർക്ക് എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. നിങ്ങൾ ഇനി ഡേറ്റ സ്ട്രക്ചർ പഠിക്കുമ്പോഴും ഒരുപാടടുത്ത് ന്യൂ എന്ന കീവേഡ് തന്നെ ആയിരിക്കും കാണുന്നത്, വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. അപ്പോൾ ഈ നോക്കൂ, ഇവിടെ ഇപ്പോൾ പറഞ്ഞതുപോലെ എ സർക്കിൾ ഈസ് ഈക്വൽ ടു ന്യൂ സർക്കിൾ. അതിൽ ഇപ്പോൾ തൊട്ട് മുമ്പിലെ സർക്കിൾ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഞാൻ ഡിക്ലെയർ ചെയ്തില്ലേ എക്സാമ്പിളായിട്ട്, അതിനകത്തൊന്നും ഇല്ലല്ലോ. ആ സർക്കിളിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള കോഡാണ് എഴുതിയിരിക്കുന്നത്. എ സർക്കിൾ എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒബ്ജക്റ്റ്. അതെന്ന് പറയുന്നത് പുതിയ സർക്കിളിൻ്റെ ഒരു ഒബ്ജക്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ന്യൂ ആ ക്ലാസിൻ്റെ പേര്. പിന്നെ നോക്കിയേ, നമ്മളെ ഫംഗ്ഷൻ്റെ പാരന്തസിസ് ഓപ്പൺ ക്ലോസ്.